ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സി വിഷൻ. ആദ്യം തന്നെ എല്ലാവർക്കും ഒരുപാട് നന്ദി, നിങ്ങൾ തന്ന സപ്പോർട്ട്. ഇന്ന് സി വിഷനിൽ ഫസ്റ്റ് വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യുകയാണ്. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരു മധുരമുള്ള വിഭവമായിട്ടാണ് തുടങ്ങുന്നത്. അറബിക് ഡിഷായ കുനാഫ. കുനാഫ ഒരു അറബിക് ഡിഷാണെങ്കിൽ അതിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സോ പ്ലീസ് കീപ്പ് ഓൺ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് സപ്പോർട്ട്. ഇതിനായിട്ട് ഞാനിവിടെ സേമിയ, റോസ്റ്റഡ് സേമിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധാരണ വെർമിസെല്ലി ആയാലും മതി, റോസ്റ്റ് ചെയ്താൽ മതി. അത് 350 ഗ്രാം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി 1/2 കപ്പ് ബട്ടർ, 4 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ ഫുഡ് കളർ, ഓറഞ്ച് ഫുഡ് കളറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ, ഓപ്ഷണലാണ്. കാരണം നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ വെർമിസെല്ലി ഒരു ബ്രൗണിഷ് ഓറഞ്ച് ആയിരിക്കും. സോ അത് അത്യാവശ്യമാണെങ്കിൽ മാത്രം ഈ ഫുഡ് കളർ യൂസ് ചെയ്താൽ മതി. ഇത് നല്ലതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇതൊരു ടർക്കിഷ് വിഭവമാണെങ്കിലും ഇതിലെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് റെഡിയാക്കാം. അതിനായിട്ട് 1 കപ്പ് വെള്ളവും 1 കപ്പ് പഞ്ചസാര എടുത്തിട്ട് നല്ലതുപോലെ യോജിപ്പിക്കുക. ഇതൊന്ന് നല്ലതുപോലെ ഡൈല്യൂട്ട് ആയതിന് ശേഷം നമ്മൾ തിളപ്പിച്ചാൽ മതി. ഇപ്പം നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ റോസ് വാട്ടറും 1/2 ടീസ്പൂൺ നാരങ്ങാനീരും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് തണുക്കുമ്പോൾ ക്രിസ്റ്റലൈസ്ഡ് ആവാതിരിക്കാനാണ് നമ്മളിവിടെ നാരങ്ങാനീര് ആഡ് ചെയ്തത്. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ട ക്രീം റെഡിയാക്കി എടുക്കാം. ഒരു കപ്പ് പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കാം ഷുഗർ. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്താൽ മതി കേട്ടോ. രണ്ടും നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് ക്രീമി പരുവത്തിലാവും. അപ്പം നമ്മുടെ ഇവിടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്യാം. ഇത് നമുക്ക് പാലിൽ നിന്ന് കിട്ടുന്ന ആ ക്രീം ആയാലും മതി, ചീസ് ക്രീം ആഡ് ചെയ്യാം. ഇനി നമ്മൾ 2 ഫ്രൈ പാൻ എടുത്ത് നല്ലതുപോലെ ബട്ടർ ഗ്രീസ് ചെയ്യാം. ഒരു ഫ്രൈ പാൻ ചെറുതും ഇത്തിരി വലുതും ആവണം. ഇതിലേക്ക് ആദ്യം നമ്മൾ ചെറിയ ഫ്രൈ പാനിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മിക്സ് ചെയ്ത് വെച്ച വെർമിസെല്ലി ഇടുന്നു. അതിൻ്റെ പകുതി ഇട്ടാൽ മതി. ഫസ്റ്റ് ലെയർ ഇട്ടിട്ട് നമ്മൾ നല്ലതുപോലെ അത് ഒന്ന് ലെവൽ ചെയ്ത് എടുക്കുക. ഇത് ഫ്രൈ പാൻ ആണെങ്കിലും നമ്മൾ ചൂടാക്കുമ്പോൾ നമ്മുടെ സേമിയ കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബട്ടർ വെച്ചിട്ട് ഫ്രൈ പാൻ ഒന്ന് ഗ്രീസ് ചെയ്തത്. നമ്മൾ ടംബ്ലർ വെച്ചിട്ട് അതൊന്ന് വേണമെങ്കിൽ ലെവലാക്കി എടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ക്രീമും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഈ ക്രീം ഇടുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളത് ഫ്രൈ പാനിൽ തൊടരുത്. കാരണം പാലുള്ളത് കൊണ്ട് തന്നെ ചൂടാകുമ്പോൾ അത് പെട്ടെന്ന് കരിയും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്കി പകുതി സേമിയയും കൂടി ഇടുക. ഇത് നമ്മൾ ഓവനിലാണ് റെഡിയാക്കണമെങ്കിൽ 150 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ്സ് ബേക്ക് ചെയ്താൽ മതിയായിരിക്കും. രണ്ടാമത്തെ ലെയർ സേമിയയും കൂടി ഇട്ടിട്ട് നമ്മളൊന്നും കൂടി അത് പതുക്കെ ഒന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ. ക്രീം അല്ലെങ്കിൽ പുറത്തോട്ട് വരും. ഇനി ഇത് നമ്മൾ ആ ചട്ടി ഒന്ന് ചൂടാകാൻ വേണ്ടി ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് ചൂടാക്കുക. അതിന് ശേഷം നമ്മളതിൻ്റെ താഴെ ഒരു ചട്ടി വെച്ചതിന് ശേഷം മുകളിൽ ഇത് വയ്ക്കുക. ഒരു 10 മിനിറ്റ് നമ്മൾ ഇങ്ങനെ കുക്ക് ചെയ്യണം. അതിനുശേഷം നേരത്തെ നമ്മൾ ബട്ടർ തേച്ച് വെച്ച വലിയ ഫ്രൈ പാനിലേക്ക് ഇത് നമ്മൾ ഒന്ന് മറിച്ചിടുക.
കിട്ടാതെ കിട്ടിയിട്ടുണ്ട്. ഇതൊരു റിസ്കി ടാസ്ക് പോലെ ആയിരുന്നു ആദ്യമൊക്കെ, ഇപ്പം ശീലമായി. ഇനി ഇങ്ങനെ ഈ ചട്ടി നമ്മളൊരു 8 to 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം. അപ്പം നമ്മുടെ രുചിയോറും കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചാൽ മതി, മുഴുവൻ ഒഴിക്കണ്ട, കാരണം ബാക്കി നമുക്ക് കുറച്ച് സെർവ് ചെയ്യുമ്പോൾ മധുരം ആവശ്യമുണ്ടെങ്കിൽ ഒഴിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പിസ്ത പൊടിച്ച് വെച്ചതും കൂടി ചേർത്ത് ഗാർണിഷ് ചെയ്യണം. കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു വിഭവമാണല്ലേ. മധുരവും ടേസ്റ്റും ഒക്കെ നല്ലതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. ഇപ്പം നമ്മുടെ രുചിയോറും ഇവിടെ കുനാഫ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണം. താങ്ക് യു ഫോർ വാച്ചിങ്.